ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. പ്രാണായാമ അതുപോലെ മെഡിറ്റേഷനും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനായിട്ട് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ രാവിലത്തെ സമയമാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് വെളിച്ചത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സന്ധ്യാസമയത്ത് വന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്. പ്രാണായാമ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അത് മുഴുവൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. എങ്കിലും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് കൂടാനും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാനായിട്ടും ഏറ്റവും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. രണ്ടാമത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ബ്ലഡ് പ്യൂരിഫിക്കേഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട്, നമ്മുടെ മൈൻഡിന് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഒക്കെ കൊടുക്കാനായിട്ടും, ക്ഷമ, ഏകാഗ്രത വർദ്ധിക്കാനായിട്ട്, ദേഷ്യം, മുൻകോപമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് എല്ലാം സഹായിക്കുന്നതാണ് പ്രാണായാമ. അപ്പൊ നാഡീശുദ്ധി പ്രാണായാമയാണ് ഇന്നിവിടെ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് തറയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചെയറിലോ ഇരിക്കാം. തറയിലെന്ന് പറയുമ്പോൾ വെറും തറയിലല്ല, ഒരു യോഗ മാറ്റ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നാൽ മതി. താഴെ പടക്കം പൊട്ടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ വീഡിയോയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണേ ക്ഷമിക്കണം. കാരണം ഞാനിത് ക്രിസ്മസിന്റെ അന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ അതിൻ്റെതായിട്ടുള്ള പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോ നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിനായിട്ട് ഇപ്പൊ ഇതിവിടെ വജ്രാസനത്തിലോ അല്ലെങ്കിൽ നമുക്ക് കാല് ചമ്രപ്പടി ഇട്ടോ ഇരിക്കാം കേട്ടോ. ഇത് ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് തുടക്കത്തില് കാണിച്ചു തരുന്ന മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ചമ്രപ്പടി ഇട്ട് നമ്മുടെ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് ഇരിക്കുക. ഇനി അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഇടത് കൈ ചിന്മുദ്രയിൽ എന്ന് പറയുമ്പോൾ ഈ വലത് വിരലും അതുപോലെ ചൂണ്ട് വിരലിന്റെ അറ്റവും കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ചിന്മുദ്രയിൽ പിടിക്കുന്നു. അത് ജസ്റ്റ് നമ്മുടെ മുട്ടില് തൊടയിലൊന്ന് കൈ അങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇനി വലത് കൈ എന്ന് പറയുന്നത് ഈ രണ്ട് വിരലും കൂടെ മടക്കിയിട്ട് ഇത് വിഷ്ണുമുദ്ര അല്ലെങ്കിൽ നാസികാ മുദ്രയില് നമ്മുടെ വലത് കൈ പിടിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇടത് മൂക്കിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഒരു 2-3 തവണ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആദ്യം നമുക്കത് ചെയ്യാം. ഏത് യോഗാസനം ചെയ്യുമ്പോഴും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട്, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകാനായിട്ടാണ് ദീർഘമായിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും. ഇനി അതിനുശേഷം ലെഫ്റ്റ് നോസിലൂടെ, ഇടത് സൈഡിലെ മൂക്കിലൂടെ ഞാനിപ്പോ ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം അത് ഹോൾഡ് ചെയ്യുക. 2 നോസും അടച്ചു പിടിച്ചത് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം വലത്തെ മൂക്കിലൂടെ അത് പുറത്തേക്ക് വിടുക. എക്സെയിൽ ചെയ്യുന്നു. ഇനി ഏത് മൂക്കിലൂടെയാണോ പുറത്തേക്ക് വിട്ടത് ആ വലത്തെ മൂക്കിലൂടെ തന്നെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ഇപ്പോഴാണ് ഒരു റൗണ്ട് പൂർത്തിയായത്. അതായത് ഇടത് സൈഡിൽ നിന്ന് തുടങ്ങി ഇടത് സൈഡിൽ അവസാനിക്കുമ്പോഴാണ് ഒരു റൗണ്ട് പൂർത്തിയാകുന്നത്. ഇത് ശ്വാസം എടുത്തുകൊണ്ടും വിട്ടുകൊണ്ടും ആവുമ്പോൾ എനിക്ക് അതിന്റെ ഒപ്പം സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഞാൻ അത് കാണിച്ചു തരാം. അതായത് ഇടത് സൈഡിൽ നിന്ന് നമ്മൾ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. എടുത്തതിന് ശേഷം ഉടനെ തന്നെ വലത് മൂക്ക് നമ്മൾ അടച്ചു പിടിക്കുക. ആ ശ്വാസം അവിടെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? തുടക്കക്കാർക്കൊക്കെ ആവുമ്പോൾ കുറച്ച് സെക്കൻഡുകളെ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു എണ്ണം എടുത്തുകൊണ്ടാകാം. 1 2 3 4 വരെയൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ 3 1 2 3
ഓക്കെ, അത് ഹോൾഡ് ചെയ്യുക. എത്ര ടൈം നിങ്ങൾ ഹോൾഡ് ചെയ്തോ അതിന്റെ ഇരട്ടി തവണ കൊണ്ട് മാത്രമേ ശ്വാസം പുറത്തേക്ക് വിടാവുള്ളൂ. ഇപ്പൊ 3 തവണ അല്ലെങ്കിൽ 4 തവണയാണ് ഹോൾഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ 8 തവണയും കൊണ്ട്, അതായത് എക്സേൽ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 8 തവണ കൊണ്ട് അത് പുറത്തേക്ക് വിടുക. വീണ്ടും അതേ മൂക്കിലൂടെ, ഏത് മൂക്കിലൂടെയാണോ എക്സേൽ ചെയ്ത് അതേ മൂക്കിലൂടെ തന്നെ വീണ്ടും ശ്വാസം എടുക്കുന്നു. ഹോൾഡ് ചെയ്യുന്ന ടൈമില് ആ വലത് മൂക്ക് അടയ്ക്കുന്നു. ശേഷം ഇടതേ മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ ഒരു പ്രാണായാമം നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂട്ടോ. ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ അത് ഷെയർ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിനുള്ളതാണ്. അതായത് ഒരു എന്താ പറയണേ, ഒരു ഗുരുവിന്റെ സഹായം കൂടാതെ തന്നെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എന്നുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ എൻ്റെ ഒപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടത് കേട്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് തന്നെയാണ്. അതിനകത്ത് ഫ്ലൂട്ട് മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓടക്കുഴൽ നാദം ചെറിയ സൗണ്ടിൽ അത് നിങ്ങൾക്ക് അരികെ വയ്ക്കാവുന്നതാണ്. കണ്ണുകളടച്ച് സ്വസ്ഥമായ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെയാണ് ഇരിക്കേണ്ടത്. അധികം ഇരുട്ടുള്ളതോ അധികം വെളിച്ചമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. കഴിയുന്നതും ഏറ്റവും രാവിലെ തന്നെ പ്രഭാതത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതുമല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ആയിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. തുടക്കക്കാർക്ക് 5-10 മിനിറ്റ് സമയം ഇതിനായിട്ട് മാറ്റിവെച്ചാൽ മതിയാകും. പിന്നീട് അത് ശീലമായി കഴിയുമ്പോൾ നമുക്ക് സമയം മെല്ലെ കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ണുകളടച്ച് നിങ്ങൾ ഇരിക്കേണ്ടത് വെറും തറയിലിരിക്കാതെ യോഗ മാറ്റ് അല്ലെങ്കിൽ പായ ഒന്നും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റെങ്കിലും വിരിക്കുക. അതിൽ വജ്രാസനത്തിലോ അല്ലെങ്കിൽ പത്മാസനത്തിലോ നിങ്ങൾക്കിരിക്കാം. കൈ ചിന്മുദ്രയിൽ, ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരലും തള്ളവിരലും അതിൻ്റെ അഗ്രഭാഗം കൂട്ടിമുട്ടിച്ച് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കൈ മുട്ടിന് മുകളിലായി വയ്ക്കുക. നട്ടെല്ല് നിവർന്നിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി കണ്ണുകൾ മെല്ലെ മെല്ലെ വേണം അടയ്ക്കാനായിട്ട്. ഏറ്റവും ആദ്യം ശ്വാസം ദീർഘമായിട്ട് എടുത്ത് വിടുക. ഒരു 2-3 പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞ് ഇനി നിങ്ങൾ പതിയെ നിങ്ങളുടെ ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. സൈഡിൽ ആ ഒരു മ്യൂസിക് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് പോകാതെ ആ ഒരു ഫ്ലൂട്ട് മ്യൂസിക് ഒരുപാട് സഹായിക്കും. ഇനി അത് വേണ്ട എന്നുള്ളവർക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും നല്ലത് ആ ശ്വാസം നിങ്ങൾ എടുക്കുന്ന സമയത്ത് മൂക്കിൻ്റെ അറ്റത്ത് ഒരു മെല്ലെ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് നിങ്ങൾ അറിയുക. ഇനി ആ ശ്വാസം ഉള്ളിലേക്ക് വന്നത് നിറയുമ്പോൾ നമ്മുടെ അടിവയറിലേക്ക് വരെ വന്ന് അതങ്ങ് വീർത്ത് നിറയുന്ന ഒരു ഫീല് നമുക്ക് വരും. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ആ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ചൂടും ശ്വാസം എടുക്കുന്ന സമയത്ത് ആ മൂക്കിൻ്റെ അറ്റത്ത് അനുഭവപ്പെടുന്ന ഒരു തണുപ്പും അതിൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ശ്വസനത്തിൽ മാത്രമായിട്ട് കുറച്ച് സമയം നമുക്ക് ശ്രദ്ധിക്കാം. മെല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ, ശരീരം മൊത്തത്തിൽ റിലാക്സ്ഡ് ആകുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യും. മൊത്തത്തിലൊരു വിശ്രമാവസ്ഥ, ഒരു ഭാരമൊന്നും ഇല്ലാതെ മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതാണ് തുടക്കത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. ഇതെത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇനി ഇതിനിടയിൽ ചിന്തകളൊക്കെ വരികയാണെങ്കിൽ വന്നോട്ടെ, സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം പെട്ടെന്നൊരു ദിവസം നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ വരും.
ആ വന്നു കഴിയുന്നത് അത് നമ്മുടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മേഘങ്ങളിങ്ങനെ വന്നു പോകില്ലേ, അതേപോലെ അങ്ങ് പൊക്കോട്ടെ. അതിൽ തന്നെ വീണ്ടും വീണ്ടും ശ്രദ്ധ കൊടുക്കാതെ വീണ്ടും ശ്വസനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നന്ദി പറയാം. തല തുടങ്ങി പാദം വരെ ഓരോന്നും, ഞാനിവിടെ ഇപ്പോൾ എടുത്തെടുത്ത് ഓരോന്ന് പറയുന്നില്ല, എങ്കിലും നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, വായ, നാവ്, അതുപോലെ തൊണ്ണ, കൈകാലുകൾ, നിങ്ങളുടെ വയറ്, അരക്കെട്ട്, തുട, മുട്ട്, കാല്, കാൽപാദം, അങ്ങനെ എല്ലാം ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കും നിങ്ങൾ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ട് അതിന് നന്ദി പറയുക. ആ ഓരോ ശരീരാവയവങ്ങളും അവയുടെ ധർമ്മം ശരിയായ രീതിയിൽ ചെയ്യുന്നതിനാലാണ് നിങ്ങൾക്കിന്ന് ഇങ്ങനെ ഇരിക്കാനും ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നത്. അതിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. ഇനി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയല്ലാതെ രണ്ടാമതൊരു രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് സാങ്കല്പികമാണ്, വിഷ്വലൈസേഷനാണ്. രണ്ടാമത്തെ രീതി ഇതേ മ്യൂസിക് തന്നെ, ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഫ്ലൂട്ട് മ്യൂസിക് ആണെങ്കിൽ ആ മ്യൂസിക് പ്ലേ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇരിക്കുന്നത് ഒരു കുന്നിൻ ചെരുവിലാണെന്ന് സങ്കല്പിക്കുക. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിൽ താഴെ ഒരു വലിയൊരു മരം, നല്ല ചുമന്ന പൂക്കളുള്ള ആ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങളിരിക്കുകയാണ്. പ്രഭാതം പൊട്ടിവിടരുന്നതേ ഉള്ളൂ. അതായത് ആ ഒരു സൂര്യപ്രകാശം, ആ രശ്മികൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ചെറിയ ചുമപ്പും മഞ്ഞയും കൂടെ പരന്നിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതാണിപ്പോൾ അന്തരീക്ഷം. നേർമയുള്ള ഒരു തണുത്ത കാറ്റ് നിങ്ങളെ ഇങ്ങനെ വീശി കടന്നു പോവുകയാണ്. ആ ഒരു കുളിർമ നിങ്ങൾ ഫീൽ ചെയ്യുക. അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു വയൽ അല്ലെങ്കിൽ ഒരു പാടം, അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഒരു അരുവി. ആ ഒരു അരുവിയുടെ ചെറിയ ഒരു കളകളം സൗണ്ട് മാത്രം, ശബ്ദം മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. കിളികളുടെ ഒന്നും നാദം അത്രയും കേൾക്കാനായിട്ടുള്ള സമയമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ആ ഒരു പ്രകൃതിയെ നിങ്ങൾ അനുഭവിക്കുക. അതായത് ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് വീഴുന്ന ആ മഞ്ഞിൻ കണം, അതുപോലെ ചെറിയ ആ ഒരു കുളിർക്കാറ്റ്, അതുപോലെ ഒന്നോ രണ്ടോ പൂക്കൾ അത് നിങ്ങളുടെ മെല്ലെ മുടിയിലൂടെ വീണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു പൂക്കൾ വീഴുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ പൂവിൻ്റെ ഗന്ധം, ആ ഒരു മണ്ണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റ്, ഇതൊക്കെ വരുമ്പോഴത്തെ ആ ഒരു പ്രകൃതി, ഇതെല്ലാം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഭംഗിയുള്ള ഒരു സ്ഥലം അത് മനസ്സിൽ കണ്ട് നമുക്കൊരു 5 മിനിറ്റ് സമയം അവിടെ മുഴുവൻ നമുക്ക് നമ്മളാണ് സങ്കല്പിക്കുന്നത് അവിടെ എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ ഇല്ല, ആ കാര്യങ്ങളെല്ലാം അത് ഫീൽ ചെയ്യുക. അങ്ങനെ വെറുതെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് ഫീൽ ചെയ്യും. ഈ ചെറിയ തണുത്ത കാറ്റ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് അത് അറിഞ്ഞ് അനുഭവിച്ച് ആ പ്രകൃതിയോട് ഇടപഴകി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതിനൊരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു ഓടക്കുഴൽ നാദം. ഇതൊരുപാട് ശബ്ദത്തിൽ വെക്കേണ്ട, മെല്ലെ ഒരു സൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതങ്ങനെ ഇരുന്നോളും. അങ്ങനെയും 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് അതേ അവസ്ഥയിൽ തന്നെ തുടരാം. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ. ഒരുപാട് ഗുണങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. നമ്മളുടെ മനസ്സിനെ ഏറ്റവും കോൺസെൻട്രേഷൻ, ഏകാഗ്രതയിൽ വെക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഒരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നിലകൊള്ളാനായിട്ടും ഈ മെഡിറ്റേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിനായിട്ടൊരു 5-10 മിനിറ്റ് സമയം എല്ലാവർക്കും ഉള്ള കാര്യമല്ല, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ നിങ്ങളൊന്ന് മാറ്റിവെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.